71ാമത് കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ 3ാമത്തെ രാത്രിയിൽ ഈ യോഗങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എൻ്റെ സഹപാഠി കൂടെയായ വിൽസരാജച്ചൻ, മുഖ്യ സന്ദേശം നൽകുന്ന ബ്രദർ ജോർജ് ഫിലിപ്പ് സാറ്, ഈ കൺവെൻഷൻ്റെ പ്രസിഡൻ്റായി ഈ നാളുകളിൽ സേവനമനുഷ്ഠിക്കുന്ന സുനിൽ കുമാർ അച്ഛൻ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ആൻഡ്രൂസ് അച്ഛൻ, വേദിയിലായിരിക്കുന്ന മറ്റ് വൈദികരെ, സഭാശുശ്രൂഷകരെ, ഈ യോഗങ്ങളിലേക്ക് എന്നെ പ്രത്യേകം ക്ഷണിച്ച ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സ്നേഹമുള്ള പോൾ രാജ് സാറ്, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘ അംഗങ്ങളെ, ക്രിസ്തുവിൽ പ്രിയരെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയിൽ നമുക്കൊരുമിച്ച് ഇവിടെ കൂടി വരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. കൊടിയന്നൂർ കോണം, പരിണിയം എന്നീ സഭകളിൽ 10 വർഷം പ്രവർത്തിച്ച കാലഘട്ടങ്ങളിൽ ആ 10 വർഷവും ഈ കൺവെൻഷനുമായി അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ദൈവം എനിക്ക് നൽകിയതിനെ ഞാൻ ഈ സമയം ഓർക്കുന്നു. കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ്റെ പരിധിക്ക് അപ്പുറത്തുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് നെയ്യാറ്റിൻകര. ഈ വർഷം ആ ഡിസ്ട്രിക്റ്റ് ചെയർമാൻ എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചതിൽ ഒരിക്കൽ കൂടെ ഇതിൻ്റെ സന്തോഷം ബന്ധപ്പെട്ടവരെ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. നമുക്കറിയാം, ഈ കൺവെൻഷൻ യോഗങ്ങളിൽ അധ്യക്ഷ പ്രസംഗം എന്ന് പറയുന്നത് വളരെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിർത്തേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ മുഖവുരയായി മറ്റൊന്നും പറയാതെ ഒരു ചെറിയ ചിന്ത മാത്രം നിങ്ങളോട് പറഞ്ഞ് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വിശുദ്ധ വാരം നാം ആചരിച്ചു കഴിഞ്ഞു. ഒരു ഉയർപ്പ് ഞായർ കൂടെ നമുക്ക് ലഭിച്ചു. അതിൻ്റെ സന്തോഷമൊക്കെ നമ്മൾ പങ്കിട്ടു. വേദപുസ്തകത്തിൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് മഗ്ദലക്കാരത്തി മറിയയും മറ്റും യേശു പുനരുത്ഥാനം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ യേശുവിനെ കല്ലറയിൽ പോയി നോക്കി ഇവിടെ കണ്ടില്ല എന്നൊക്കെ വന്ന് ശിഷ്യന്മാരോട് പറയുമ്പോൾ, ശിഷ്യന്മാർ ഈ വാർത്ത കേട്ടിട്ട് അവരവിടെ പ്രതികരിക്കുന്ന ഒരു ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത്, ഈ വാക്ക് വെറും കഥ പോലെ തോന്നി എന്നുള്ളതാണ്. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി. POC ബൈബിളിൽ അതിന് കൊടുത്തിരിക്കുന്നത് കെട്ടുകഥ പോലെ തോന്നി എന്നാണ്. അപ്പോൾ യേശുവിനെ കല്ലറയിൽ കണ്ടില്ല എന്നുള്ള ആ വാർത്ത അറിയുമ്പോൾ ഈ ശിഷ്യന്മാർക്ക് അതൊരു കെട്ടുകഥ പോലെ തോന്നി, ഒരു കഥ പോലെ തോന്നി. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 3 പ്രാവശ്യം യേശു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഷ്ടത അനുഭവിക്കേണ്ടതായിട്ടുണ്ട്, എനിക്കൊരു മരണമുണ്ട്, പുനരുത്ഥാനമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി ഈ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടും യേശു പുനരുത്ഥാനം ചെയ്തപ്പോൾ അവർക്ക് ഒരു കഥ പോലെ തോന്നി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവർ കേട്ടപ്പോൾ ഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. കേട്ടു, യേശു പറഞ്ഞതൊക്കെ അവർ കേട്ടു, പക്ഷേ ഗ്രഹിച്ചില്ല എന്ന് അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കും ഇന്ന് ഇതൊക്കെ ഒരു കഥ പോലെ തോന്നിത്തുടങ്ങിയിരിക്കുന്നു. ആധുനിക തലമുറയ്ക്ക് ദൈവമെന്ന് പറഞ്ഞാൽ, യേശു എന്ന് പറഞ്ഞാൽ, വചനമെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കഥകളാണ് എന്നുള്ള ഒരു തോന്നൽ ഇന്നത്തെ തലമുറയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയമാണ്. 3.5 വർഷക്കാലമാണ് യേശുവിനോടൊപ്പം ഈ ശിഷ്യന്മാർ നടന്നത്. ഈ 3.5 വർഷം കൂടെ സഞ്ചരിച്ചു.
യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കണ്ടു, യേശു പറഞ്ഞ കാര്യങ്ങൾ അവർ കേട്ടു, പക്ഷേ അവർ ഗ്രഹിച്ചില്ല. ഈ സ്ത്രീകൾ വന്ന് ഇവരോട് പറയുമ്പോൾ കഥ പോലെ തോന്നുക മാത്രമല്ല, അടുത്തവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ വിശ്വസിച്ചില്ല എന്നാണ്. നമ്മളും കൂടെ നടക്കുകയാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് പറയുന്നു, ഞാൻ ദൈവത്തോട് കൂടെ നടക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ പലർക്കും ഇന്ന് ഇതൊക്കെ കഥ പോലെ തോന്നി തുടങ്ങിയിരിക്കുന്നു. കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ എന്ന് പറയുന്നത് എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് പോലും കാൽനടയായി ആളുകൾ യാത്ര ചെയ്ത് ഈ കൺവെൻഷനിൽ പങ്കെടുത്ത ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൂരെ നിന്ന് വരുന്ന ആളുകൾ ചൂട്ടുകെട്ടുകളുമായിട്ട് വരും. ആ ചൂട്ടുകെട്ടുകൾ ഈ കെട്ടിടത്തിൻ്റെ പുറഭാഗത്ത് ഒരു റോഡുണ്ട്, അതിൻ്റെ ആ ഭാഗത്തൊക്കെ ഒരു മതിലുണ്ട്, അതിലൊക്കെ അവർ വെച്ചിട്ട് ഈ കൺവെൻഷനിൽ പങ്കെടുക്കും. എന്നിട്ട് വീണ്ടും തിരിച്ചു പോകുമ്പോൾ ആ ചൂട്ടുകെട്ടുകൾ എടുത്ത് കത്തിച്ച് വീടുകളിൽ പോകും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു കൺവെൻഷനാണ്. പക്ഷേ ഇന്ന് ഈ കൺവെൻഷൻ മാത്രമല്ല, പൊതുവെ ഇതുപോലെയുള്ള കൂടിവരവുകളിൽ ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നതിന് കാരണം നമുക്കൊക്കെ തോന്നിത്തുടങ്ങി ഇതൊക്കെ കഥയാണ്, കെട്ടുകഥയാണ്, ഇതിനകത്ത് യാഥാർത്ഥ്യമൊന്നുമില്ല. നമുക്കറിയാം, ഇന്ന് നിരീശ്വരവാദം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ അവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണത്. എത്രയോ ചാനലുകളിൽ, യൂട്യൂബ് ചാനലുകളിൽ നിരീശ്വരവാദം പഠിപ്പിക്കുന്ന ചാനലുകളുണ്ട്. അതിൻ്റെ കമൻറ്റുകൾ നമ്മൾ നോക്കുമ്പോൾ അനേകം ആളുകൾ അതിനനുകൂലമായിട്ട് പ്രതികരിക്കുന്നു. ആ പേരുകൾ നോക്കുമ്പോൾ അതിൽ നല്ലൊരു ശതമാനവും ക്രിസ്തീയ പേരുകളുള്ള യുവാക്കളാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു വളർച്ചയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം വിശ്വാസത്തിൽ ബലപ്പെടണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 8-ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിൻ്റെ ഒരു ആശങ്കയായി നമുക്ക് കാണാം. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ലൂക്കോസ് 17:5, അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. വിശ്വാസത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകുവാൻ ഒരുപാട് സ്വാധീനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം, നമുക്ക് നമ്മുടെ തലമുറകൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ, വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ സഹായിക്കണമേ, വിശ്വാസത്തിൽ വേരൂന്നി ജീവിക്കുവാൻ അവിടെ നിന്ന് അനുവദിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ കൺവെൻഷൻ യോഗങ്ങൾ കർത്താവിനോട് 3.5 വർഷക്കാലം നടന്നപ്പോൾ യേശു പല കാര്യങ്ങളും പറഞ്ഞു, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അവിടെ അവർ തന്നെ പറയുന്നു, ഞങ്ങളത് ഗ്രഹിച്ചില്ല. അവർ അത് ഗ്രഹിച്ചില്ല, എല്ലാം കേട്ടു പക്ഷെ ഗ്രഹിച്ചില്ല. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും വ്യക്തമായി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ ശിഷ്യന്മാരെ പോലെ നമ്മൾ ഗ്രഹിക്കാതിരിക്കരുത്. ഇത് ഗ്രഹിക്കണം, ഇത് വിശ്വസിക്കണം, നമ്മുടെ തലമുറകളെ പഠിപ്പിക്കണം. ഈ കാലഘട്ടത്തിന് അത് ആവശ്യമായിരിക്കുന്നു. ഈ കൺവെൻഷൻ യോഗങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന ആഴമേറിയ ദൈവവചനങ്ങൾ വെറും കേൾവിക്കാരായിട്ട് മാത്രം ആയിപ്പോകാതെ നമുക്കത് ഗ്രഹിക്കാം, വിശ്വാസത്തിൽ ബലപ്പെടാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.